ഗൈസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഓരോ സൈനിങ്സ് വരാത്തതിനെ പറ്റിയും നമുക്ക് വേണ്ട പൊസിഷൻസിൽ പ്ലേയേഴ്സ് ഇല്ലാത്തതിനെ പറ്റി ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആയി ബന്ധപ്പെട്ട് ഞാൻ ഇനി വീഡിയോസ് ഒന്നും ചെയ്യേണ്ടെന്ന് തന്നെ വിചാരിച്ചാണ്. കാരണം എന്തെങ്കിലും സംഭവിക്കട്ടെ, ഇനിയിപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. ഇനി നമ്മൾ ടീമിനെ മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞു പോകാം എന്നുള്ളതാണ് വിചാരിച്ചിരുന്നത്. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എന്താ ഒരു നെഗറ്റീവ് വോളിയായിട്ട് നമ്മൾ മാറുകയാണല്ലോ. ഫാക്ട്സ് ചെക്ക് ചെയ്തിട്ട് തന്നെ പറഞ്ഞാൽ പോലും അപ്പം വേണ്ട എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് മഞ്ഞപ്പടയുടെ ഭാഗത്ത് നിന്ന് ഒരു ട്വീറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ അവരുടെ ഒരു അഭിപ്രായം ഒരു മാനേജ്മെൻ്റ് എന്ന തരത്തിലേക്ക് വരുന്നത്. അപ്പം എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടും കൂടി ഒന്ന് സംസാരിക്കാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണെങ്കിലും ഇങ്ങനത്തെ ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ മഞ്ഞപ്പട പോലത്തെ ഒരു ഫാൻ ഗ്രൂപ്പ് തീരുമാനിച്ചത് ഉറപ്പായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇത് കുറച്ചും കൂടി മുമ്പേ ആകേണ്ടിയിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്കിലും ഇപ്പോൾ അത് പറയാൻ കാണിച്ചിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഈ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് അപ്രോച്ച് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ കാര്യത്തിലും ഉള്ളതാണ്. അത് നമ്മളിപ്പം ഫോറിൻ സ്ട്രൈക്കറുടെ കാര്യം എടുക്കാം. പുതിയൊരു സ്ട്രൈക്കർ വരുന്നു, പല പേരുകൾ. ഇപ്പം എൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പല കമൻസിലൊക്കെ പലരും ചോദിച്ചു ഇന്ന പ്ലെയറിനെ പറ്റി ചെയ്യാം, ഇന്ന പ്ലെയർ വരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഒരു ലേബിൾ ഇതും കിട്ടാത്ത സാഹചര്യത്തിൽ അതിനെപ്പറ്റി എന്ത് സംസാരിക്കാനാണ്? സോ അങ്ങനെ വരുമ്പോഴല്ലേ നമ്മൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഇപ്പോഴും സംസാരിക്കാത്തത്. എന്തെങ്കിലും നടക്കട്ടെ, എന്നിട്ട് എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു ന്യൂസ് കേൾക്കട്ടെ, ഒരു റിലേബിൾ ആണെന്നുള്ളത്. അപ്പം അതിനെപ്പറ്റി സംസാരിക്കാം. എന്താണെങ്കിലും ഈ ഒരു സ്ട്രൈക്കറിൻ്റെ കാര്യത്തിലുള്ള വെയിറ്റ് ആൻഡ് വാച്ച് പരിപാടി അത് ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. അതിപ്പോൾ നമ്മൾ ദിമിയുടെ കാര്യമാണെങ്കിലും അൽവാറോയുടെ കാര്യമാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അതിലേക്ക് പോകുന്നൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോയി കഴിഞ്ഞാലുള്ളൊരു അഡ്വാൻറ്റേജ് ഇപ്പം അവസാനമൊക്കെ ആകുമ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റിൽ ഈ ചില പ്ലേയേഴ്സിന് പെട്ടെന്ന് ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും. അപ്പം ആദ്യം ഉണ്ടായിരുന്ന ഡിമാൻഡ് അവസാന സാഹചര്യം എത്തുമ്പോഴത്തേക്കും കാണില്ല. അപ്പം ചിലപ്പോൾ ചുളു വിലയ്ക്ക് ഒരു നല്ല ക്വാളിറ്റി സ്ട്രൈക്കേഴ്സിനെയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇപ്പോൾ ആ പ്ലേയേഴ്സ് ചിലപ്പോൾ നല്ല ക്വാളിറ്റി സ്ട്രൈക്കേഴ്സ് ആയിരിക്കും, പക്ഷെ അവർ റീസെൻ്റ്ലി ഗോളുകൾ സമീപകാലത്ത് അടിക്കാത്ത പ്ലേയേഴ്സ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ പല പ്ലേയേഴ്സ് ഇവിടെ വന്ന് സ്ട്രഗിൾ ചെയ്ത്. ഇപ്പോൾ അൽവാറോയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ദിമിയുടെ കാര്യത്തിൽ ദിമി വരുന്നതിന് മുന്നത്തെ ക്ലബ്സിലൊക്കെ ആണെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു വലിയൊരു സ്കോർ ചെയ്യുന്നൊരു പ്ലെയർ ആയിരുന്നില്ല. അപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സിനാണെങ്കിലും ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യാനായിട്ടുള്ളൊരു സമയം എടുത്തു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അതിൻ്റെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വെയിറ്റ് ആൻഡ് വാച്ച് പോളിസിയിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെ വന്നൊരു പ്രോപ്പർ പ്രീ സീസണ് കുറച്ച് നാല് ടീമിനോടൊപ്പം തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അവർ വന്ന് ISL കളിച്ച് സെറ്റാകേണ്ട ഒരു അവസരമാണ്. ഇത്തവണ അത് തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. കാരണം സ്റ്റിൽ നമ്മുടെ ഫോർവേഡ് അല്ലെങ്കിൽ നമ്മുടെ സെൻറ്റർ ഫോർവേഡായിട്ട് കളിക്കേണ്ട താരം ആര് എന്നുള്ള നിലയിൽ ഒന്നും ഡീൽ കംപ്ലീറ്റ് ആകാത്തൊരു സാഹചര്യത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇന്ത്യൻ പ്ലേയേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. അത് എനിക്കൊരു 1.5 മാസം മുന്നേ ഒക്കെ സംസാരിച്ചതാണ്. നമുക്ക് പ്ലേയേഴ്സിന് ആവശ്യമാണ്, ഇത് ചെയ്യുന്നത് ശരിയല്ല, നമുക്ക് ഇന്ന പൊസിഷൻസിൽ വേണമെന്നൊക്കെയുള്ള ഫോറിൻ സൈനിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യാം. കാരണം ഓഗസ്റ്റ് 31 വരെ ഈ പറഞ്ഞതുപോലെ പ്രശ്നങ്ങളുണ്ട്. അതായത് ടീമിൽ വന്ന് സെറ്റിൽ ആകാനുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമെങ്കിലും ചുളുവിലയ്ക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണ് പറയാൻ പറ്റുക? കാരണം അന്ന് വീഡിയോ നമ്മൾ ചെയ്ത സമയത്ത് പറഞ്ഞാണ് ഫ്രീ ഏജൻസ് ആയിട്ടുള്ള കുറേ അധികം പ്ലേയേഴ്സ്, നമുക്ക് വേണ്ട പൊസിഷനിലുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അവരൊക്കെ പല ക്ലബ്സിലേക്ക് പോയി കഴിഞ്ഞു. ഇനി നമുക്കൊരു പ്ലെയറെ എവിടെ നിന്ന് കിട്ടണമെങ്കിലും ട്രാൻസ്ഫർ ഫീ കൊടുക്കാതെ കിട്ടാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ ഈ കുറേ നാൾ കൊണ്ട് ഈ ഫുട്ബോൾ സംഭവങ്ങളിലൊക്കെ ആയതുകൊണ്ട് അറിയാമല്ലോ ട്രാൻസ്ഫർ മാർക്കറ്റ് എങ്ങനെയാണ് വർക്കാകുന്നത്, എങ്ങനെയാണ് നമ്മൾ ഫ്രീ ഏജൻസിനെ നോക്കുന്നത്. അല്ലെങ്കിൽ ഇതറിയാലോ. ഇപ്പോൾ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള നമ്മൾ മൂവ് നടത്തിയിരുന്നെങ്കിൽ അതിൻ്റെ വാർത്തകളൊക്കെ വന്നേനെ. കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ നമുക്ക് അറിയാൻ പറ്റും. ഫോറിൻ മാർക്കറ്റിൽ വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ക്ലബിന് അത് ഒളിച്ചും പാത്തും ഒക്കെ നടത്താനായിട്ട് സാധിക്കും. അതൊന്നും നടക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നത്. നമുക്കറിയാം ഇപ്പോഴും നമുക്ക് ഒരു റൈറ്റ് വിങ്ങറുടെ ആവശ്യമുണ്ട്, അവിടെ പ്രശ്നങ്ങളുണ്ട് എന്നറിയാം. നമ്മൾ ഐമാനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. റൈറ്റ് ബാക്ക് പ്ലേയേഴ്സിന് ഇല്ലാണ്ട് നമ്മൾ ലെഫ്റ്റ് ബാക്ക് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. സോ ഇവിടെയൊക്കെ നമുക്ക് പ്ലേയേഴ്സിന് വേണ്ടേ. നമ്മൾ ഡുറൻ കപ്പ് കണ്ടിട്ട് മാത്രം ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് ISL വരുമ്പോൾ മോർ കോമ്പറ്റീറ്റീവ് ആവും. അവിടെ വരുമ്പോഴത്തേക്കും പ്രശ്നങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യും. സോ അതിലിങ്ങനത്തെ ഒരു നിലപാടെടുക്കുന്നത് തീർത്തും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. അങ്ങനെ ഈ പറയുന്നത് പോലെ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഇങ്ങനെ തുടരുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു ലാഗ് അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാ കാര്യത്തിലും ലാഗില്ല കേട്ടോ. വിൽക്കുന്ന കാര്യത്തിൽ നല്ല സ്പീഡാണ്. അതിനിപ്പം നമ്മുടെ പ്ലേയേഴ്സിന് വിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും ചിപ്സ് വിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏത് സാധനം വിൽക്കുന്ന കാര്യത്തിലാണെങ്കിലും. ഇനി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അടുത്ത സീസണിൽ ഈ പറഞ്ഞ പോലെ ഡിപ്രഷൻ്റെ ഒരു ഗുളിക ഇറക്കി കഴിഞ്ഞാണല്ലോ, സീസൺ കഴിയുമ്പോഴത്തേക്ക് അത് ബെസ്റ്റ് സെല്ലറായിട്ട് മാറുകയും
ബ്ലാസ്റ്റ് അത് പിന്നെ ക്ലബിന് നല്ലൊരു പ്രോഫിറ്റിൽ എത്തിക്കുകയും ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാൻസ് തന്നെ അത് വാങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഓരോ സീസൺ കഴിയുമ്പോഴത്തേക്കും ഓരോ ഫാൻസിൻ്റെ അവസ്ഥ അതാണ്. എന്താണെങ്കിലും ഈ ഒരു മഞ്ഞപ്പടയുടെയൊക്കെ ഒരു പോസ്റ്റ് വന്നതിന് ശേഷം ഞാൻ എക്സിലൊരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു, അതായത് പുള്ളി സാധാരണഗതിയിൽ ഇതുപോലത്തെ പ്രതിഷേധങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ പിച്ചും പേയും പറയും, അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തുള്ള കോട്ട് വരും. അപ്പോൾ അത് പുള്ളി തപ്പുന്നതിന് പകരം പുള്ളിയെ സഹായിക്കാനായിട്ട് നമ്മൾ ഫാൻസുകാർ തന്നെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അത് അയച്ചു കൊടുക്കണം. കാരണം പുള്ളിക്ക് ആ തരത്തിലുള്ള സപ്പോർട്ട് ആവശ്യമാണ് എന്നുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ കരോളിസ് കിൻഗിസ് സ്പോർട്ടിംഗ് ഡയറക്ടർ ട്രെമൻഡസ് ജോബ് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.3 കോടി രൂപയാണല്ലോ നമുക്ക് ജീക്സിനെ സെല്ല് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പം അത് അൻവർ അലി വിറ്റിട്ട് ഒരു ക്ലബിനും കിട്ടിയിട്ടില്ല, അപ്പുയെ വിറ്റിട്ട് കിട്ടിയിട്ടില്ല, ആകാശ് മിശ്രയെ വിറ്റിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് എന്നിട്ട് ജീക്സിനെ വിറ്റിട്ട് ഈ പറഞ്ഞാൽ ഇത്രയും വലിയൊരു എമൗണ്ട് നേടിയെടുക്കാൻ സാധിച്ചു. എന്നിട്ട് ആ എമൗണ്ട് എവിടെയെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വന്നോ? അതുമില്ല. അപ്പോൾ നമ്മൾ ഫാൻസ് കുറച്ച് പേര് മണ്ടന്മാരായാലും ക്ലബിന് ലാഭം ഉണ്ടാക്കി കൊടുത്തല്ലോ. അപ്പം ട്രമൻഡസ് ജോബ് തന്നെയല്ലേ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, സ്പോർട്ടിംഗ് ഡയറക്ടർക്ക് ശമ്പളം കൊടുക്കുന്നത് നമ്മൾ ഫാൻസ് ഒന്നുമല്ല, അത് മാനേജ്മെൻറ്റാണ്. അപ്പം മാനേജ്മെൻറ്റിനോടല്ലേ പുള്ളിക്ക് പിന്നെ എന്താ പറയുക ഒരു പ്രതിബദ്ധത വേണ്ടത്. നമ്മളോട് എന്തിനാ പ്രതിബദ്ധത? സാധാരണഗതിയിൽ ഒരു സീസൺ തുടങ്ങുമ്പോഴത്തേക്കും നമ്മളുടെ ഫസ്റ്റ് ലെവലിലൊക്കെ കളിക്കാൻ ടോപ്പ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ടാകും. പിന്നെ സീസണിൻ്റെ ഇടയ്ക്കൊക്കെ വെച്ച് ഇഞ്ചുറി പറ്റിയ പിന്നെ ജനുവരിയിലൊന്നും നമ്മൾ ആ ട്രാൻസ്ഫറൊന്നും ഉപയോഗിക്കാറില്ല സാധാരണഗതിയിൽ. സോ എന്നിട്ട് നമുക്ക് പിന്നെ ഇഞ്ചുറിയൊക്കെ പറ്റി, അയ്യോ ഇഞ്ചുറി കാരണമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ സീസൺ തകർത്തേനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ ന്യായീകരിച്ച് ക്ലബിനെയും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെയൊക്കെ വെളുപ്പിക്കേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ സീസൺ അവസാനിക്കാറാകുമ്പോൾ നമുക്ക് ഈ സീസൺ കഴിഞ്ഞു, അടുത്ത സീസൺ നമ്മൾ പൊളിക്കും എന്ന് നമ്മൾ ഓരോ വട്ടവും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ചില പൊസിഷൻസിൽ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. എന്താണെങ്കിലും അതും നോക്കിയിട്ടില്ല. അപ്പോൾ ആദ്യം തൊട്ടേ നമ്മൾ ഇനി ഒരു പുതിയൊരു ന്യായീകരണത്തിന് നമ്മൾ തപ്പിക്കൊണ്ടിരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്തായിരിക്കും അത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ചിലരൊക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, മാനേജ്മെൻറ്റിന് അങ്ങനെ കുറ്റം പറയരുത്, ആരും ഇല്ലാത്ത സമയത്ത് ഇവരാണ് ഉണ്ടായിട്ടുള്ളത്, സോ ഇവരിങ്ങനെ പോറ്റിക്കൊണ്ട് പോകുന്നില്ലേ എന്നുള്ളത്. സോ ഈ എല്ലാ ക്ലബ്ബുകളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അങ്ങനെയുള്ള ക്ലബ്ബുകളൊക്കെ തന്നെയാണ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്. നമ്മളീ പറയുന്നത് പോലെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മോഹൻ ബഗാൻ, ഈസ്റ്റ് ബംഗാളോ അല്ലെങ്കിൽ ഈ വലിയ രീതിയിൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന പോലെ ഒന്നും ചെയ്യണമെന്ന് ആരും പറയുന്നില്ല. നമുക്ക് വേണ്ട പൊസിഷനിലെങ്കിലും പ്ലെയേഴ്സിനെ കൊണ്ടുവരാം എന്നുള്ളതാണ് വേണ്ടത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫാൻ ബേസൊക്കെ ഈ ലെഗസി ക്ലബ്സിനൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിലും ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻസ് ഒക്കെ സോഷ്യൽ മീഡിയ വഴി വരുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസേഴ്സിനൊക്കെ കിട്ടണമെങ്കിൽ അതൊരു ഫാക്ടർ തന്നെയാണ്. സ്റ്റേഡിയം നിറയുന്നത് ഒരു ഫാക്ടറാണ്. ഇതൊക്കെ നമ്മൾ ഫാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് കാര്യം മനസ്സിലാക്കുക. അത് വെച്ചിട്ട് കഴിഞ്ഞ വർഷം റെക്കോർഡ് സ്പോൺസേഴ്സിനെ കിട്ടിയെന്ന് വിചാരിക്കുക. എന്താണെങ്കിലും പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും ചുളുവിലയ്ക്ക് ഇട്ട് കൊടുക്കുമോ? അതൊക്കെ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മുമ്പും വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നിഖിൽ ആസ് എ ഡയറക്ടർ എന്ന നിലയിലും സക്സസ് ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫാമിലി ബിസിനസ് ഗ്രൂപ്പ് ഏറ്റെടുക്കുന്നു, അച്ഛൻ്റെ മുന്നിലൊക്കെ പേരെടുത്തിട്ടുണ്ടാകും. കാരണം ക്ലബിനെ ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ട് പ്ലേയേഴ്സിനെ ഉണ്ടാക്കുന്നു, വിൽക്കുന്നു, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അത് തന്നെയാണ് നടക്കുന്നത്. ഇപ്പം മാഗ്നസ് സ്പോർട്സിൻ്റെ ചരിത്രം തന്നെ അതാണ്. അതിപ്പം ഫുട്ബോൾ ആണെങ്കിലും കബഡി ആണെങ്കിലും, നിങ്ങൾ കബഡിയിൽ പിന്നെ മാഗ്നത്തിൻ്റെ ടീം അറിയാലോ, തമിഴ് തലവൻസ്, അവരുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയാലും അറിയാം. ഈ ടോപ്പ് 6 എന്ന് പറയുന്ന പരിപാടി ഈ രണ്ടിടത്തുനിന്ന് എടുത്ത് കളഞ്ഞുണ്ടല്ലോ, കുറേയൊക്കെ ന്യായീകരണങ്ങളൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. ഇത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസ്ഥയെന്നെങ്കിലും ഈ ഷീൽഡ് മാത്രം മതിയായിരുന്നു എന്ന് ചില അവസരങ്ങളിൽ ചിന്തിച്ചു പോവുകയാണ്. അല്ലെങ്കിൽ പറഞ്ഞല്ലേ ഈ ടോപ്പ് 6 ഏതോ വലിയ സംഭവമാക്കി വെച്ചിട്ട് ഇങ്ങനെ എത്ര നാളാണ്. നമ്മുടെ പല പ്ലേയേഴ്സും പോകുമ്പോൾ പറയുന്നൊരു കാര്യമാണ്, പുള്ളിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ മാത്രം സ്ഥിരം കേൾക്കുന്നൊരു ന്യായീകരണം. അത് സഹലിൻ്റെ കാര്യമാണെങ്കിലും ഗില്ലിൻ്റെ കാര്യമാണെങ്കിലും ജിക്സൻ്റെ കാര്യമാണെങ്കിലും പലരുടെ കാര്യമാണെങ്കിലും അങ്ങനെ പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്നില്ല. സോ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇവരൊക്കെ നാഷണൽ പ്ലേയേഴ്സ് ആണല്ലോ. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിഫ കലണ്ടറൊക്കെ വരുമ്പോൾ പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ടീമുമായിട്ട് പോയി വീണ്ടും വരുമ്പോഴത്തേക്ക് അതൊക്കെ ഒരു പ്രശ്നമാവില്ലേ. അപ്പം അത് തടയാൻ വേണ്ടി STയുടെ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഡുറൻ കപ്പിൽ എനിക്ക് തോന്നുന്നു ചിലപ്പം ചില സക്സസ്സുകളൊക്കെ ഉണ്ടാക്കിയേക്കാം. പക്ഷേ ISLൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ മേലെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. ഈ പറയുന്ന പോലെ നമുക്ക് വേണ്ട പൊസിഷൻസിൽ ഇന്ത്യൻ താരങ്ങളെ എത്തിക്കുക എന്നുള്ളൊരു ഫാക്ടറാണ്. സോ അതുപോലെ തന്നെ വിദേശ താരങ്ങളുടെ കാര്യം, ഇപ്പം 6 വിദേശ താരങ്ങളും ഒരേ ക്വാളിറ്റി ഉള്ളത് വേണമെന്ന് നമ്മൾ പലപ്പോഴും പറയും. അപ്പം അതിനുള്ള ബഡ്ജറ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞും അതിനെ
ഇത് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കി, ഈ സ്പോർട്ടിംഗ് ഡയറക്ടറുടെ ഒരു ഫോറിനറുടെ പൈസ കൊടുത്തിട്ട് ഇവിടെ ജോലിക്ക് ഇരുത്തിയിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഇന്ത്യയിലെ പൂള് ഓക്കെ ചെറുതാണ്, നമ്മുടെ മാത്രം ചെറിയ പൂളാണല്ലോ ബ്ലാസ്റ്റേഴ്സിൻ്റെ, ഓക്കെ സമ്മതിച്ചു. എങ്കിൽ പോലും ഈ വിദേശ താരങ്ങളുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അതൊരു പൂളൊന്നുമല്ല, അതൊരു കടലാണ്. 10,000-കണക്കിന് ആളുകളെ അവിടുന്ന് കിട്ടും. ആ സാഹചര്യത്തിൽ നമുക്ക് ഈ പറയുന്നത് പോലത്തെ നല്ല ക്വാളിറ്റിയുള്ള പ്ലേയേഴ്സിനെ നല്ല രീതിയിൽ സ്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ ആ സാഹചര്യത്തിലാണ് ഈ പറയുന്ന പോലെ നമ്മൾ 3 പേരെ ഇത് ചെയ്യുക, 3 പേരെ ഇത് ചെയ്യുക. അപ്പം പണിയെടുക്കണം എങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ ക്ലബിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫാൻസ് അല്ലെങ്കിൽ നമ്മുടെ ക്ലബ്ബ് ആഗ്രഹിക്കുന്ന പ്ലേയേഴ്സിന് ഒരിക്കലും നിർത്താൻ കഴിയില്ല. അങ്ങനെ വലിയ താല്പര്യമില്ലാത്തവർ കുറേ നാൾ നിൽക്കുന്നൊരു സാഹചര്യം അതിങ്ങനെ നമ്മൾ സ്ഥിരം കാണുന്നൊരു കാഴ്ചയാണ്. ഞാൻ നേരത്തെ എക്സിലിട്ട ട്വീറ്റിൻ്റെ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അതായത് ആവശ്യമില്ലാതെ കുറേ ഫാൻസ് ഇൻസൾട്ട് ചെയ്യാണ് എന്നൊക്കെ ഉള്ളത് നിഖിലിനെ. സോ എന്തിനാണ് നിഖിലിനെ ഇൻസൾട്ട് ചെയ്തിട്ട് ഫാൻസിന് എന്ത് കിട്ടാനാണുള്ളത്? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും പുള്ളി വേറെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? സോ വേണ്ട ആവശ്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അതിന് ന്യായീകരിക്കാൻ വരുമ്പോഴത്തേക്കും ഇത്രയും എന്താ പറയുക, കുറച്ച് ഭ്രാന്തമായിട്ടുള്ള ആരാധന ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഫാൻസി ക്ലബിൻ്റെ പുറകെ നടക്കുക. അത്രയും ക്രേസ് ഉള്ളതുകൊണ്ടാണ്. ആ ക്രേസി ആയിട്ടുള്ള ഫാൻസിന് എന്തെങ്കിലും ചെയ്തു കൊടുത്തൂടെ? അപ്പം ആ സാഹചര്യങ്ങളൊക്കെയാണുള്ളത്. എന്താണെങ്കിലും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ കുക്കിംഗ് നടത്തുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. അത് ചിപ്സ് ആണെന്ന് മാത്രം. എന്താണെങ്കിലും നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ കാണിക്കാൻ സനിയ.